കല്യാണത്തിന് മുമ്പ് അമ്മയോട് എല്ലാം പറഞ്ഞിട്ടേ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കൂ. അല്ല, ഞാൻ പറയുന്നത്... നീ പറയാൻ വരുന്ന എന്താണെന്ന് എനിക്കറിയാം മോളെ. വേണ്ട, ഒന്നും പറയണ്ട. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു പക്ഷേ നമ്മുടെ കല്യാണം നടന്നില്ലാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നന്ദുവിന് വേണ്ടി മറ്റാരെയെങ്കിലും നന്ദുവിന്റെ വീട്ടുകാരും നോക്കൂ. അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്തല്ലേ നവീനേട്ടൻ പ്രപ്പോസലുമായിട്ട് വന്നത്. അതോടെ മറ്റാലോചനകൾ നിന്നു അല്ലേ? അതെ. അപ്പൊ ഞാൻ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാ ഉറപ്പായിട്ടും മറ്റു പയ്യന്മാരെ നന്ദുവിന്റെ അച്ഛനും അമ്മയും ആലോചിക്കുന്ന ഉറപ്പല്ലേ? നന്ദുവിനാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട പയ്യന്മാരെ ഇഷ്ടപ്പെടുത്തൂല്ല. അപ്പൊ പിന്നെ ഞാൻ ഇടയ്ക്ക് കയറി വന്ന ഒരു അർത്ഥത്തിൽ നല്ലതല്ലേ? ഇനി വേറൊന്നും ആലോചിക്കാനില്ല. എന്റെ അമ്മയും മുത്തച്ഛനും ഇത് അംഗീകരിച്ചു കഴിഞ്ഞാ എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്താം. ഞാൻ പെട്ടെന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുമായിരുന്നു. ഞാനും അങ്ങനെ തന്നെയാ. പക്ഷേ വീട്ടിൽ ഭയങ്കര നിർബന്ധം. അത് നന്ദുവിന്റെ വീട്ടിലുണ്ടല്ലോ. നമ്മൾ ഈ കല്യാണമേ വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ഒട്ടും കംഫോർട്ട് അല്ലാത്ത ബന്ധങ്ങളെ ഈ കാരണവന്മാര് കൊണ്ടുവരുന്നോണ്ടാ. പക്ഷേ ഈ പരസ്പരം മനസ്സിലാക്കിയവർ തമ്മില് ഒന്നിക്കാൻ ഒരു അവസരം വന്നാൽ അതൊരിക്കലും തട്ടിത്തെറിപ്പിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ അനിയുടെ കാര്യം തന്നെ നോക്ക്. അവൻ അനാമികയെ കല്യാണം കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ട് എന്തെല്ലാം നഷ്ടമാ അവനും അവന്റെ കുടുംബത്തിന് സംഭവിച്ചത്. ഇപ്പതേ അവൻ ഡിവോഴ്സ് കിട്ടാത്തതിൽ ടെൻഷൻ അടിച്ച് നടക്കുക. കാലം മാറി നന്ദു. നമ്മുടെ തലമുറകളൊക്കെ വലിയ അപകടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനപ്പുറത്തുള്ളവർ തമ്മിൽ ഒന്നിച്ചില്ലെങ്കിൽ പിന്നെ കുടുംബ കോടതി തന്നെയാ ശരണം. ഇപ്പൊ തന്നെ എല്ലാ കുടുംബ കോടതികളിലും കേസ് കെട്ടിക്കിടക്കുക. കല്യാണം ആണിന്റെ പെണ്ണിന്റെ ജീവിതത്തിൽ ഒരു വലിയ ചടങ്ങാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഡിവോഴ്സ് ഒരു ചടങ്ങായി മാറിയിരിക്കുക. കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുമ്പോൾ തന്നെ ജോത്സ്യരെ കൊണ്ട് അടുത്തൊരു മുഹൂർത്തം കുറിപ്പിക്കേണ്ട അവസ്ഥയായിരിക്കുക ബന്ധം പിരിയാൻ. അതുകൊണ്ടാ ഇത്തിരി തന്റെ ഇടം കൂടുതലാണെങ്കിലും ഞാൻ നന്ദുവിനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് പക്ഷേ അതറിയില്ല. അമ്മ ഇപ്പോഴും പഴയ കാലത്താ. നന്ദു പറഞ്ഞ പോലെ ആദർശന്റെ ജീവിതത്തിലേക്ക് അവിചാരിതമായിട്ടാ നയന കടന്നു വന്നത്. ആദ്യം കുറച്ച് പൊട്ടലും ചിറ്റലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ അവരുടെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനൊരു ഭാര്യയാണ് എനിക്കും വേണ്ടത്. ആ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി. ഇനി എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എന്നാ പിന്നെ കോടതി സമയം നമുക്ക് കാണാം. അപ്പോഴേ എനിക്ക് ചെറിയ ആശങ്കയൊക്കെ ഉണ്ട്. അവന്റെ ഡിവോഴ്സ് കേസ് എന്തായി തീരുന്നേ? അവനോട് പറഞ്ഞേരെ, ഞാൻ കോടതിയിൽ അവന് വേണ്ടി ഉണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ പറയുമ്പോ ഒരു കാര്യം കൂടി പറയണം. അവന്റെ കാര്യം നടന്നു കഴിഞ്ഞാലേ നമ്മുടെ കല്യാണത്തിന് അവന്റെ സഹായം വേണമെന്ന്.